ദുരന്തമുഖത്ത് നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ അതിജീവന കഥ ഓർത്തെടുക്കുകയാണ് ചൂരൽമല സ്വദേശിയായ അമരാവതി അമ്മ. ഭർത്താവും മകളും അടങ്ങുന്ന കുടുംബം സുരക്ഷിതരാണെങ്കിലും വീടും കൃഷിയിടവും ഒന്നിച്ചൊന്നായി കഴിഞ്ഞിരുന്ന അയൽക്കാരെയും നഷ്ടപ്പെട്ടതിന്റെ വേദന അമ്മ പങ്കുവയ്ക്കുന്നു. രാത്രിയിൽ രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ കാട്ടാനയാണ് തങ്ങൾക്ക് കാവലായി നിന്നതെന്നും അമരാവതി അമ്മ പറയുന്നു. ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇവർ ചൂരൽമലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആദ്യഘട്ടത്തിലൊക്കെ ഇവർ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് ആനകളൊക്കെ വരുമ്പോൾ അതിനെ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഓടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ അപകടം നടന്ന ദിവസം അമ്മയും അമ്മയുടെ മകളും അതുപോലെ ഭർത്താവും ഇവർ 3 പേരും വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുമ്പോൾ ഇവർക്ക് സുരക്ഷിതരായി ഉണ്ടായിരുന്നത് ആനകളാണ് എന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് അമ്മേനോട് തന്നെ ചോദിക്കാം. അമ്മ, അന്ന് എന്തായിരുന്നു അന്ന് ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു? അമ്മ അപ്പോൾ ആ സമയത്ത് വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്? ഉരുളി പൊട്ടി ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ മുണ്ടാതെ ഇരുന്നു. പിന്നെ അമ്മ ആടോ എന്തെങ്കിലും ഓടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ മുണ്ടാതെ ഇരുന്നു. എല്ലാവരും കട്ടിലിൻ്റെ മുകളിൽ ഇരിക്കുക, ഉറങ്ങിയിട്ടില്ല, ഉറക്കം വരുന്നില്ല മഴ ആയതുകൊണ്ട്. അപ്പം ശരി നോക്കാം നമുക്ക് എന്താന്ന് എന്നും പറഞ്ഞിട്ട് 2ാം പ്രാവശ്യം ഒരു ഒച്ച കേട്ട്. എമ്മാരി ഒച്ചയാ, മൂന്നുള്ള ഒച്ച, ഭയങ്കരമായ സൗണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞ് ഞങ്ങളിവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം, മേലെ നമ്മൾ പത്മനാഭൻ്റെ കുന്നിൻ്റെ മുകളിൽ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ മരുമാൻ പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ കൂടെ മരുമാൻ ഞങ്ങളെ കൈ പിടിച്ച് കയറ്റി അപ്പുറത്ത് ആക്കി. അപ്പുറം വിജയം പറയുന്ന ഒരാളെ വീടുണ്ട്, അവരെ വീടിൻ്റെ മുറ്റം ഞങ്ങളെ വാർപ്പ് ഒരുപോലെയാണ്. അവിടെ ആക്കി. പിന്നെ 2 മണിക്ക് ഞങ്ങൾ അവിടുന്ന് കാട്ടിൽ ഓടി, എല്ലാവരും ഓടി. അവിടെ പോയി കാട്ടിൽ നോക്കുമ്പോൾ 50 ആളുണ്ട് ഞങ്ങളൊപ്പം. 4 വൈക്കൊന്നും ഓടി വന്നിട്ട് അവിടെ നമ്മുടെ ചൂരൽമല പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ, നമ്മൾ അറിയുന്ന ആളുകൾ ഒക്കെ ഓടി രക്ഷപ്പെടില്ല. ഞങ്ങൾ വിചാരിച്ച ആദ്യം ഞങ്ങൾ മാത്രം കാട്ടിലുണ്ടാവുള്ളൂ. നോക്കുമ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ 50 ആളുണ്ട്. പിന്നെ നേരം വെളുക്കണവരെ ഞങ്ങൾ അവിടെ ഇരുന്ന്. 2 മണിക്ക് ഞങ്ങൾ അവിടെ കാട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് നേരം വെളുക്കണവരെ ഇരുന്നിട്ട് പിന്നെ ഇവര് ഫോണ് വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് പറഞ്ഞപ്പോൾ അവർ വന്നിട്ട് പിന്നെ ചൂരൽമല പള്ളിയുണ്ട്, ജീപ്പ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതിൽ കയറ്റി. ചൂരൽമല പള്ളിയുണ്ട്, അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവന്ന് തന്ന് പിന്നെ അവിടുന്ന് ഞങ്ങളൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്നു. അമ്മയൊക്കെ താമസിച്ചിരുന്ന വീടിൻ്റെ ഒക്കെ അവസ്ഥ എന്താ ഇപ്പോൾ? ഒന്നും അറിയില്ല. ഞങ്ങളെ വീടും പരിസരമൊക്കെ പുഴയാണിപ്പോൾ. വീടാണെന്ന് പറയൂല. ഞങ്ങളെ കൃഷിയാണ്, വീടാണ്, ഇങ്ങനത്തെ ഒരു റോഡാണെന്നൊന്നും ആരും പറയില്ല. അതെന്താ പുഴയാണ് പറയും. ആ ഇതിലെ ഓരോരോ പാറകൾ നിങ്ങൾ കണ്ടിരുന്നോ? അവിടെ പോയിരുന്നോ? 2 നില സ്കൂളിൻ്റെ മുകളിലാണ് മരങ്ങൾ വന്ന് കിടക്കുന്നത്. അപ്പോൾ ആ പൊട്ട് എങ്ങനത്തെ പൊട്ടാവുന്നൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. ഞങ്ങളൊക്കെ രക്ഷപ്പെട്ട് ഭർത്താവിൻ്റെ അനിയനും മകനും പോയി. അവരൊക്കെ അടുത്ത് തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ട്. അവർ മുണ്ടക്കയിൽ, ഞങ്ങൾ ചൂരൽമല. മക്കൾ 2 പേരും ഹോസ്റ്റലാണ് പഠിക്കുകയാണ് അവർ. അതുകൊണ്ട് അവർ കഴിച്ചിലായി മക്കൾ. പിന്നെ അവൻ്റെ ഭാര്യ ഇങ്ങനെ അമ്മൻ്റെ അവിടെ പോയിട്ടുണ്ടായി, അവളും അങ്ങനെ കഴിച്ചിലായി. മകനും അച്ഛനും പോയി. അന്ന് നിങ്ങൾ ഈ രക്ഷപ്പെട്ട് മലയിലേക്ക് ഓടുമ്പോൾ മൃഗങ്ങളുണ്ടായിരുന്നു, അതിൽ ആനകളൊക്കെ നിങ്ങൾക്ക് സഹായത്തിനായി അല്ലെങ്കിൽ നിങ്ങളെ ആ സൈഡിൽ വന്ന് നിന്നു എന്ന് പറയുന്നു? അതൊന്നും മുണ്ടില്ല, അനങ്ങാതെ മുണ്ടാതെ നിന്നു. അതിങ്ങനെ അതിൻ്റെ കണ്ണിൽ കണ്ണീര് വരും. ഞങ്ങളിങ്ങനെ പിരിമരച്ചിൽ കരയല്ലേ, ദൈവമേ നമ്മൾ ഇനി എന്താ ചെയ്യുക, എവിടേക്കാ പോകുക, ആരാ രക്ഷപ്പെടുക, എവിടേക്കാ പോയി, ആരൊക്കെ വെള്ളത്തിൽ പോയിന്ന് അലറുകയല്ലേ. ഞങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്നും ചെയ്യൂല പറഞ്ഞിട്ട് ഞങ്ങളവിടെ സമാധാനത്തിലിരുന്ന് പിന്നെ അനങ്ങാതെ ഇരുന്ന്. പിന്നെ രാവിലെ അത് എവിടെ പോയിന്ന് തന്നെ ഞങ്ങൾ നോക്കിയിട്ടില്ല, ഏതിലെ പോയിന്ന്. അങ്ങനെ ഞങ്ങൾ കഴിച്ചിലായി വന്നാണ് മക്കളെ. ഇങ്ങനത്തെ ഒരു ദുരന്തം ഭഗവാൻ വരുത്തിച്ചു വന്നു. ഭഗവാനെ കുറ്റം പറയല്ല ഞാൻ, എന്തോ നമ്മളെ സമയം ശരിയില്ലാത്തത് കൊണ്ടോ എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വന്നു പോയി.
ഇനിയുള്ള മക്കളെയും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇനി ദൈവം ഞമ്മക്കാർക്കും ഈ ലോകത്തിൽ വരുത്താതെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് ഞാൻ കുറ്റം പറയുന്നില്ല. എന്തോ ഒരു നമ്മളൊരു നല്ല സമയം, ഇനി മോശപ്പെട്ട സമയം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ആർക്കും പറയാൻ കഴിയൂല. അതുകൊണ്ട് ഇനിയിപ്പോൾ രക്ഷപ്പെട്ടവർ എവിടെയെങ്കിലും ഒരു ചെറിയ വീട് കിട്ടി ഞങ്ങൾക്കൊരു ചെറിയ പണിയും തന്ന് ഞങ്ങളെ ജീവിതം അങ്ങനെ മരണം വരെ അങ്ങനെ കഴിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അതേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങൾ എത്ര സമ്പാദിച്ച് എത്ര ഉണ്ടാക്കി, ഒന്നിനും ഞങ്ങൾ ഉണ്ടാക്കാത്ത സമ്പാദിക്കാത്ത ആൾക്കാരല്ല ഞങ്ങൾ. അവിടെ കൃഷി തന്നെയായിരുന്നോ? ആ കൃഷിയാണ് മോനെ, ഏലത്തോട്ടായിരുന്നു. എന്തിനു പറയുന്നു. അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അപകടമാണ് അവരുടെ കൺമുമ്പിലൂടെ കടന്നുപോയത്. ഏതോ ഭാഗ്യം കൊണ്ട് മാത്രം അമ്മയും അമ്മയുടെ ഭർത്താവും അതുപോലെ തന്നെ മകളും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആ ഒരു അതിജീവനം ഏത് രീതിയിലായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അതിന് പ്രകൃതി പോലും അവരെ സഹായിച്ചു. ഒരു ഭാഗത്ത് പ്രകൃതി വലിയൊരു അപകടമുണ്ടാക്കിയപ്പോൾ മൃഗങ്ങളടക്കം അവരെ സഹായത്തിനായി സമീപത്തുണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്.